ആറ്റിങ്ങൽ സർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്ററിന്റെയും കട്ടിയാട് VS കളരി സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കളരിപ്പയറ്റിൽ പരിശീലനം നടത്തിവരുന്ന വിദ്യാർത്ഥികളുടെ കച്ചകെട്ടൽ ചടങ്ങ് നടന്നു. കളരി ഗുരുക്കൾ ഷിജി VSന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നു വരുന്നത്. നമ്മുടെ കളരിയെ സംബന്ധിച്ചിടത്തോളം അതായത് കേരളത്തിന്റെ തനത് ആയോധന കലയാണ് കളരി എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു മാർഷൽ ആർട്സ് ഏറ്റവും നല്ല രീതിയിൽ നിലനിന്നിരുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് നമ്മളെ ഈ കളരിപ്പയറ്റ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വെർഷനായിട്ട്, അതായത് നമ്മളിപ്പം തനത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള കളരിപ്പയറ്റിൻ്റെ രൂപമൊക്കെ മാറ്റി ഇതൊരു സ്പോർട്സിലോട്ട് വന്നപ്പം ഒരുപാട് മാറ്റം വന്നു. കളരിക്ക് ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് മാത്രമാണ് കളരി ഈ ഒരു ഓപ്പൺ എയറിൽ കളിക്കാൻ പറ്റുന്നത്. നമുക്ക് കളരിയുടെ ഒരു പുസ്തകം വായിച്ചാൽ അതിൽ ആദ്യം എഴുതുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സ്പേസിൽ കളിച്ചാൽ പഠിപ്പിക്കുന്ന ആൾക്ക് പാപമെന്നാണ്. അപ്പോൾ അതായത് അടച്ചു മൂടിയ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു സന്ധ്യ കഴിഞ്ഞ് വെളിച്ചം ഇല്ലാത്ത സമയത്ത് പഠിപ്പിച്ചിരുന്ന ഒരു കലയായിട്ടാണ് കളരി മുമ്പുണ്ടായിരുന്നത്. പക്ഷേ കളരി അതിൽ നിന്ന് മാറി നമ്മുടെ രാജഭരണ കാലത്തൊക്കെ യുദ്ധത്തിന് വേണ്ടി പഠിപ്പിച്ചിരുന്ന, അതായത് നമ്മളിപ്പം പട്ടാളത്തിലൊക്കെ ട്രെയിനിങ്ങിന് പോലെ പഠിപ്പിച്ചിരുന്ന അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് പഠിപ്പിക്കാം. അപ്പം അത് മാത്രം എടുത്താണ് ഇപ്പോൾ സ്പോർട്സിലോട്ട് കളരി വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസിൽ കളരിപ്പയറ്റ് പഠിക്കാനും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പം എല്ലാവർക്കും ജനകീയമാവാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അത്രത്തോളം കഠിനമായി പ്രയത്നിക്കുന്ന ബ്രഹ്മചാരികളെ പോലെ ജീവിക്കുന്ന ആചാര്യന്മാർ മാത്രം കൈ മുതലാക്കി വച്ചിരുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ടാണ് ഇത് അത്ര ജനകീയമാവാത്തതും മറ്റുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മാർഷൽ ആർട്സ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പ്രചാരം നേടിയത്. ആറ്റിങ്ങൽ വീരളം ദ്വാരക ഓഡിറ്റോറിയത്തിൽ നടന്ന കച്ചകെട്ടൽ ചടങ്ങ് ചിറയൻകീഴ് തഹസിൽദാർ ടി വേണു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഈ മാർഷൽ ആർട്സിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പണ്ടുകാല കേരളത്തെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചെറു നാട്ടുരാജ്യങ്ങളും നാടുവാഴികളും ഒക്കെ
വാണിരുന്ന ഒരു കാലഘട്ടം. നാട്ടുരാജാക്കന്മാർ മറ്റൊരു നാട്ടുരാജാവിനെ കീഴ്പ്പെടുത്തുമ്പോൾ അവർ നേരിട്ട് അല്ല യുദ്ധം ചെയ്യാറുള്ളത്. പകരം ഓരോ നാട്ടുരാജാവിനും നാട്ടുരാജാവിൻ്റെതായ കളരി സംഘങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ആ കളരി സംഘങ്ങളിലെ ഏറ്റവും മിടുക്കരായ കളരി തലവന്മാരെ വെച്ചുകൊണ്ടാണ് അവർ പന്തയം ഉറപ്പിക്കാറ്. ആ പന്തയം വെച്ചുകൊണ്ട് അവർ പൊതുവേദികളിൽ അങ്കത്തട്ട് ക്രമീകരിച്ചുകൊണ്ട് അവിടെ അംഗത്തിന് ക്ഷണിക്കും. ആ അംഗത്തിൽ ആര് വിജയിക്കുന്നുവോ അവർക്ക് മറ്റേ നാട്ടുരാജ്യം അല്ലെങ്കിൽ നാടുവാഴിയുടെ പ്രദേശം എന്താകുന്നു കീഴ്പ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്രവും ആ ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടായ നാടോടി കഥകളും നാടോടി പാട്ടുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു പൂർവകാല ചരിത്രമുള്ള പ്രദേശമാണ് നമ്മുടെ ഈ ചെറു കേരളം, സാംസ്കാരിക കേരളം എന്ന് പറയുന്നത്. അവിടെ ഇന്നും ആ കലാരൂപത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിൽ ഒരു കളരി സംഘം ആറ്റിങ്ങിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ്. സർഗ പ്രസിഡന്റ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുരേഷ് ബാബു, ദ്വാരക ഓഡിറ്റോറിയം MD മോഹനൻ നായർ, സർഗ രക്ഷാധികാരി VS ജയപ്രകാശ്, ആറ്റിങ്ങൽ സെനിത്ത് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ ബാബുകുമാർ K തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.